എല്ലാരും അടിച്ചു കയറി വാ. വേണ്ടെങ്കിൽ പോടാ, ഞാൻ ധാരാളം സാധനങ്ങൾ ഞാൻ ഇടിച്ചു പറിച്ച് കളയടാ എന്ന് പറയും. കഴിവില്ലെങ്കിൽ കൊണ്ടുപോകും. മാനവും ഇല്ലാതെ വന്നിട്ട് പറഞ്ഞ ആര് നോക്കുമെന്ന് ഒരു 5 പൈസയുടെ വിവരം ഉണ്ടാകും. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. പറഞ്ഞത് തന്റെയൊക്കെ സംസ്കാരം എന്താണെന്ന്, എന്തുകൊണ്ട് രണാസുര ഇങ്ങനെ ആയി മാറി എന്നുള്ളതൊക്കെ താന്റെ വാ തുറന്നപ്പോ, ഈ തങ്കച്ചന്റെ വാ തുറന്നപ്പോ എന്തായിരുന്നു അവരുടെ സംസ്കാരം എന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. എന്താ ഉറക്കം വരുന്നു. വാഷ് ബേസിനാണ് ഇരിക്കുന്ന, അതിന്റെ മെയിലാണ് ഈ വാഷ് ബേസിൻ ഇരുന്നത്. എനിക്ക് അറിയാൻ വേണ്ടി തങ്കച്ചൻ ഈ വാഷ് ബേസിന്റെ അടിയിലാണ് കിടന്നുറങ്ങിയത്. ഇപ്പൊ നീ പറയില്ലേ ഇത് വേണ്ടാന്ന്, നീ കുറ്റം പറയുന്നില്ലേ? അത് നീ സ്വന്തമായിട്ട് അധ്വാനിക്കണം. തങ്കച്ചൻ സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കണം. അപ്പോഴേ മനസ്സിലാവുള്ളൂ ആ വേദന. എന്തായാലും എന്റെ രാവൻകുട്ടി നീ ഇത്ര ചെറ്റയായി പോയി. താങ്കൾക്ക് വീട് വെച്ചു കൊടുത്തു, പാല് വെച്ചാൻ വേണ്ടിട്ട് 1 ലക്ഷം രൂപ തന്നു. ഇതൊക്കെ പോയിട്ട് ഞാൻ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി വീണ്ടും ഡെയിലി പൈസ തരണോ? എന്ത് ന്യായം? അതിനെ പോറ്റാനുള്ള കഴിവില്ലേ? അവമാനിക്കരുത്. ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞു. നാട്ടുകാർ പറയുന്ന ആൾക്കാരോട് താമസിച്ചാൽ അങ്ങനെ ഒരിക്കലും ചിന്തിച്ച് നിങ്ങൾ. ഞാനും അത് തന്നെ പറഞ്ഞ, ഇതുപോലുള്ള നന്ദി എന്ന് പറയുന്ന സാധനം തൊട്ട് തീണ്ടാത്ത ഒരു ആറുകൾക്കും ഇതുപോലുള്ള വീട് ഒരു മനുഷ്യനും ഉണ്ടാക്കി കൊടുക്കരുത്. എന്റെ ദൈവമേ, അപ്പൊ കുടുംബടക്കം കള്ളന്മാരാണ്. വിടരുതരവനെ പിടിച്ചു പോലീസ്. ഞങ്ങൾക്ക് ഭയങ്കര മനപ്രയാസം കൊണ്ട് പറയും. ഭയങ്കര അങ്ങ് മനപ്രയാസം. ഒരു ആസ്പത്രി ഷീറ്റ് അടിച്ച് കിടന്നത് ഭയങ്കര മനപ്രയാസം അല്ലേ? ഉരുളി കിടന്ന് കൊട്ടാരം കിട്ടിയാൽ ഭയങ്കര മനപ്രയാസം. അതൊരു ഭാരമായോ? ഋതപ്പം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഭാരമായോ? എനിക്ക് അവരോട് ചോദിക്കണേ, ഋതപ്പം നിങ്ങൾക്ക് ഇപ്പോ ഒരു ഭാരമാണോ? അവരെ നോക്കാൻ നിന്നെ കൊണ്ട് കഴിവില്ലേ എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കാണിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.